Hello guys, welcome to my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. വളരെ സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള എന്നാൽ റിച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു പേരില്ല, ക്രീമി ചിക്കൻ എന്ന് വിളിക്കാം. കിഡ്സിനും അതുമാതിരി മുതിർന്നവർക്കും ഒരേ മാതിരി തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് ഇതിന് ആവശ്യമായുള്ള മിസംബ്ലസ് റെഡിയാക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യം തന്നെ നമുക്ക് ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ജിഞ്ചറും അതുമാതിരി തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്യാം. ഒനിയനും നമുക്ക് ഇതുമാതിരി നല്ല രീതിയിൽ ഫൈൻ ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തതായി സിലിണ്ടർ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ചിക്കൻ സൈസ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് സോൾട്ട്, പെപ്പർ, ചിക്കൻ ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മറുഭാഗത്തും നമുക്ക് നന്നായിട്ട് സീസൺ ചെയ്യാം. അഗൈൻ പെപ്പർ, സോൾട്ട്. ചിക്കനിൽ ഈവൺലി നമ്മൾ സീസണിങ് സ്പ്രെഡ് ആവാനായിട്ട് മേക്ക് ഷുവർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം നമുക്കൊരു സ്കില്ലറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെക്കാം. സോസ് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ നല്ല ചൂടായതിനു ശേഷം നമ്മളുടെ ചിക്കൻ സ്കിൻ സൈഡ് താഴെ വരുന്ന രീതിയിൽ നമുക്ക് പാനിലേക്ക് വെക്കാം. ഒരു മിനിറ്റിന് ശേഷം ചിക്കൻ ഈ ഒരു കളർ വരുമ്പോൾ നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഇതിനടിയിലും ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് അടുത്തായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്ത സെയിം ഓയിലിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇടാം. ജിഞ്ചർ ഗാർലിക് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഒനിയൻ, ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്യാം. ഒനിയൻ ഇട്ട് അപ്പം തന്നെ നമുക്ക് കുറച്ച് സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളുടെ ഒനിയനും ടൊമാറ്റോ നല്ല രീതിയിൽ സോത്തേ ആയതിനു ശേഷം നന്നായിട്ട് വഴന്നെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മൈദ ആഡ് ചെയ്യാം. മൈദ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മൈദയുടെ പച്ചമണവും ഒക്കെ പോയി നന്നായിട്ട് കുക്കാവാനായിട്ട് ഒരു 30 സെക്കൻഡ്സ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായുള്ള സ്പൈസസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ആ മസാലയുടെ പച്ചമണം ഒന്ന് മാറാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിൽ. ഓക്കെ, നമ്മുടെ മസാല നല്ല രീതിയിൽ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒഴിച്ച വെള്ളം ബോയിൽ ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ വന്നേക്കുന്ന നമ്മളുടെ ചിക്കൻ്റെ ജ്യൂസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് സ്ലോ ഫ്ലെയിമിൽ 15 to 20 മിനിറ്റ്സ് നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. കുക്കായ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. 100 ml ക്രീം ഒഴിക്കാം. ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മിൽക്ക് ഒഴിച്ചാലും മതി. ക്രീം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സോസ് നല്ല രീതിയിൽ ബോയിൽ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ചിക്കൻ ബാക്ക്ഡ് സോസിലേക്ക് നമുക്ക് ഇടാം. ഗാർണിഷ് ചെയ്യാനായിട്ട് നേരത്തെ ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയില നമുക്ക് ഇതിന് മുകളിലേക്ക് ഇടാം. നൗ വി ഹാവ് ദ ഫൈനൽ പ്രോഡക്റ്റ്. അടുത്തായി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം.
ഓക്കെ ഗൈസ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മളുടെ കുക്കിംഗ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുവഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. കുക്കിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക. അതുമാതിരി തന്നെ ഈ ഒരു റെസിപ്പിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് എന്നെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കമന്റ് സെക്ഷനിൽ എഴുതി ചോദിക്കാം. വിതിൻ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ ഞാൻ അതിന് ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ചെറിയ ചാനലാണ്, അധികം കമന്റ്സ് ഒന്നും അധികം കിട്ടാറില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിതിൻ ഫ്യൂ മിനിറ്റ്സ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോ റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.